എനിക്ക് പറയാനുള്ളത് രണ്ട് ടീമുകളോടാണ്. ഈ നൂറ ഹബീബ് തങ്ങൾ എന്ന് പറയുന്ന ചങ്ങാതിയോടും പിന്നെ ഈ മജിലിസിനൊക്കെ പോയിരുന്ന് ഈമാൻ കളയുന്നവരോടും. ആദ്യം മൂപ്പരോട് തന്നെ പറയട്ടെ, എൻ്റെ പൊന്ന് സഹോദര, കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ നമുക്ക് വേണ്ടേ? അല്ല, ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കണം. ഒരു മനുഷ്യനാകുമ്പോഴേ കുറച്ചൊക്കെ ഒരു നാണവും മാനവും ഒക്കെ ഇല്ലെങ്കിൽ വളരെ മോശമല്ലേ അല്ലേ? ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ ഇത്ര ആഭാസകരമായ രീതിയിൽ സംസാരിക്കലൊക്കെ അയ്യയ്യേ വളരെ മോശമല്ലേ, വളരെ മോശമല്ലേ? നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഒരു പെണ്ണ് പണ്ട് തിരൂരിലുള്ള ഒരു പെണ്ണിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? തിരൂരിലൊരു പെണ്ണ് അവസാനം മരിക്കുമ്പോ ക്യാൻസർ വന്ന് വയറ് പൊട്ടി ഈ ലോകത്തോട് ഇവിടെ നിങ്ങൾക്ക് അറിയോ? പെണ്ണ് ഞാൻ അറിയ പോലുമില്ല, മൂപ്പര് അറിയ പോലുമില്ല. പക്ഷെ മൂപ്പര് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ഏതോ സ്ത്രീ പുള്ളിയെ വിമർശിച്ചത്രേ. ക്യാൻസർ വന്ന് വയറ് പൊട്ടി മരിച്ചു എന്നൊക്കെയാണ് പറയണത്. അള്ളാഹു ആയാലും ആ സഹോദരിക്ക് അള്ളാഹു ഷഹീദിൻ്റെ വലിയ പദവി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇത്ര വലിയ തോന്നിവാസം ദീനിൻ്റെ പേരിൽ കാണിക്കുന്ന മനുഷ്യന്മാരെ വിമർശിച്ചിട്ടാണല്ലോ ആ സ്ത്രീ മരിച്ചത്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വർഗത്തിൽ ഉന്നത പദവി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ അഹ്ലുബൈത്തിനൊപ്പം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇദ്ദേഹം അറിയപ്പെടുന്നത് തങ്ങളാണ് എന്നാണ്. എനിക്കറിയില്ല തങ്ങളാണോ എന്നൊന്നും. ദീനില്ലാതെ വെറും തങ്ങളായതുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. അബൂലഹബും വലിയ തങ്ങളായിരുന്നു, മനസ്സിലായോ? അപ്പോൾ ദീനില്ലാതിരുന്ന് നമ്മുടെ കൽബിൽ നിഫാഖും കുഫറും ഒക്കെയാണ് ഉള്ളതെങ്കിൽ തങ്ങളാണ് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ മേനി നടിക്കുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇവിടെ എല്ലാം കച്ചവടമാണ് അല്ലേ? മുമ്പത്തെ ഇദ്ദേഹത്തിൻ്റെ സദസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിലെഴുതി കാണിക്കുന്നത് അഹ്ലുബൈത്തിൻ്റെ കൂടെ റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടീൻ്റെ കൂടെ. തങ്ങന്മാരെ ബഹുമാനിക്കണം, കാരണം റസൂലുള്ളാഹിയുടെ നുതുഫയാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തൊക്കെ സയ്യിദന്മാരെ ആദരിക്കുന്ന വിഷയത്തിൽ വളരെ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം എന്ത് വിവരക്കേട് പരസ്യമായി കാണിച്ചാലും ഈ വിഷയത്തെക്കുറിച്ച് വിജ്ഞാനമുള്ളവർ മിണ്ടാതിരിക്കണം എന്നാണോ? അല്ല, ശക്തമായി തന്നെ പറയണം. ഈ ബഹുമാനം മുതലെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്ന്. ഞാൻ തങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊരറിവുമില്ല, എനിക്ക് ഇൽമ് എന്താണെന്നറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, ഫാത്തിഹ ഓതാൻ അറിയില്ല, ഒന്നും അറിയാൻ പാടില്ല. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് വലിയ ഡയലോഗുകൾ അടിക്കാൻ, പരിശുദ്ധ ഖുർആനെ കുറിച്ച് തിരുഹദീദുകളെക്കുറിച്ച് അറിയാത്ത വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാചാലനാവാൻ. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കണം എന്നാണ് പറയണത്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം, ഈ സദസ്സിലൊക്കെ മുസ്ലിയാക്കന്മാരെന്ന് പറഞ്ഞ് തലയെ കെട്ടിയിട്ടൊക്കെ കുറേ എണ്ണം ഇരിപ്പുണ്ടല്ലോ മക്കളെ. എന്താ മക്കളെ എനിക്ക് അവിടെ നിന്ന് കിട്ടണത്? ഇതിനേക്കാളും നല്ലതാ തലയെ കെട്ട് അയച്ചു വെച്ചിട്ട് വല്ല കൂലിപ്പണിക്കും പോയിക്കൂടെ? അവിടെ നിന്ന് കിട്ടുന്ന ഈ വാടക പൈസക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വളരെ വളരെ മോശമല്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ മുമ്പ് ഇദ്ദേഹത്തെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ എനിക്ക് വരുന്ന കമൻസ്, പെണ്ണുങ്ങൾ വന്ന് പച്ച തെറി വിളിക്കുകയാണ് കമൻസിലൊക്കെ. നീ അനുഭവിക്കൂടാ, നീ നൂറെ ഹബീബ് തങ്ങളുടെ കാൽക്കൽ വരുമടാ. ഓഫ് വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ല. നീ എന്ത് കൂടോത്രം ചെയ്താലും എൻ്റെ റബ്ബ് ഉദ്ദേശിച്ചാൽ അത് ഫലിക്കും, എൻ്റെ റബ്ബ് ഉദ്ദേശിച്ചില്ലെങ്കിൽ അത് ഫലിക്കില്ല. റബ്ബാണ് നിയന്ത്രിക്കുന്നവൻ, മനസ്സിലായ? ഞാൻ കൂടോത്രമാണെങ്കിൽ ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞ് ഇവിടെ അങ്ങനെ മരിച്ചു പോകും. കാരണം എൻ്റെ റബ്ബ് വിധിക്കുന്ന സമയത്തല്ലേ മരണം വരുള്ളൂ. ആയിക്കോട്ടെ, അള്ളാഹു നമുക്കൊക്കെ നല്ല ബോധം തരട്ടെ. പിന്നെ എല്ലാം കച്ചവടമാണ് ഇല്ലേ? ഇപ്പം നമ്മൾ ഇദ്ദേഹത്തെ വിമർശിച്ചാൽ ഉൾക്കൊള്ളൂ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഉൾക്കൊള്ളൂ? ഇല്ല. അതിനെയും പരിഹസിക്കുക. എത്ര ആലിമീങ്ങളെ കളിയാക്കി, എത്ര ആലിമീങ്ങളെ കുറ്റം പറയുന്നു. ഇദ്ദേഹത്തെ വിമർശിക്കുന്നത് മാത്രമാണ് മൈൻഡിലെടുക്കുക. പുള്ളിക്ക് ആരെയും വിളിക്കുക അല്ലേ? ക്യാൻസർ വന്നു എന്നാണ് പറയുന്നത് ആ പാവം സഹോദരിക്ക്. അള്ളാഹു അല്ലതുള്ള സംഭവമാണോ നമുക്കറിയാൻ പാടില്ല. ഇദ്ദേഹത്തെ വിമർശിച്ചത് കൊണ്ടാണെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ പച്ചത്തെറി വിളിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്. നമ്മളൊരിക്കലും അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞാൻ അതിനോടൊക്കെ എതിർപ്പുള്ള ആളാണ്. അങ്ങനെ തെറി വിളിച്ച് ആക്ഷേപിച്ച് സംസാരിക്കേണ്ട ഒരു രീതിയൊന്നും അല്ല വേണ്ടത്. കൃത്യമായ കാര്യം പറഞ്ഞു കൊടുക്കുക. അയാൾ നന്നായില്ലെങ്കിലും കേൾക്കുന്ന മനുഷ്യന്മാരിൽ ഒരാൾക്കെങ്കിലും അല്ലാഹു ഹിദായത്ത് കൊടുത്താലോ നമ്മുടെ സംസാരം കൊണ്ട്, അല്ലേ? അങ്ങനെയല്ലേ? എത്ര മനുഷ്യന്മാർ ഇയാളെ വളരെ വൃത്തികെട്ട രീതിയിൽ കുറ്റം പറയുന്നുണ്ട്. എന്നിട്ട് അവർക്കൊന്നും ക്യാൻസർ വരാതെ ഏതോ ഒരു സഹോദരി ഇദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ വയറ് പൊട്ടി മരിച്ചു എന്നാണ്. മഅദല്ലാഹ്, അള്ളാഹു ബോധം കൊടുക്കട്ടെ ഇല്ലേ? ഒരു സാധാരണ മനുഷ്യനിത് പറയുക, അയാൾ വലിയ അഹ്ലുബൈത്താണ്, വലിയ നേതാവാണെന്നൊക്കെയല്ലേ പറയണത്. ഒരു സാധാരണക്കാരനായൊരു മുസ്ലിം പറയോ? ഇല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഭീഷണി, അതുപോലെ തന്നെ പൊങ്ങച്ചം, ഒരഹങ്കാരം, ഇതൊക്കെയാണ് ആ വോയിസിലുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇതൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. ഇന്നെ വെല്ലുവിളിച്ചു. ഈ സമയമാകുമ്പോൾ, ആ റമളാൻ ആകുമ്പോഴത്തേക്ക് റബ്ബെടുത്തു. നമ്മളൊരാളെ കുറ്റം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ ഒരു വിഷയത്തിൽ മാത്രം ഞാൻ എന്തില്ല ആർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കൂല.
ആ ഒരു വിഷയം ആര് പറഞ്ഞാലും അല്ലാഹു നിങ്ങൾ ഒരാളെ പച്ചയിറച്ചി തിന്നരുത്, ഒരാളെയും എന്തില്ല നമ്മളൊന്നും പറയാം. എന്തിനാണ് ഇങ്ങനെ, എന്തിനാ നമ്മൾ പറയുന്നത് അറിയോ? ഞാനൊക്കെ 3 മണിന്റെ മുമ്പ് എഴുന്നേൽക്കും. എല്ലാവരും ഒരുപാട് ശപിച്ചു. എന്താ ചെയ്യാ, ശാപം അത് വലിയ പ്രശ്നമാണ്. ആ ഒരു വിഷയം മാത്രം ഞാൻ എന്തില്ല, ആർക്കാണെങ്കിലും അത് ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല അത്രേ. ഇതെന്ത് ദീനാണ് സഹോദര, എന്ത് ദീനാണ് സഹോദര. ഇർഹമു മംഫില്ലർലി ഇർഹമുക്കും മംഫിസമാകുന്നല്ലേ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്താൽ ആകാശത്തിൻ്റെയും നാഥൻ നിങ്ങൾക്ക് കരുണ ചെയ്യുന്നല്ലേ അല്ലേ. നിങ്ങൾ ചെയ്തതൊക്കെ നന്മ മാത്രമാണ് അള്ളാഹിനോട്. പടച്ചോണ്ട് ഇതൊക്കെ പുറത്തു തന്നെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂജഹലിനെ പോലെ ദ്രോഹിച്ചതാരാ? ഈ അബൂജഹലിന് രോഗം വന്നു എന്നറിയുമ്പോൾ, രോഗം ബാധിച്ചു എന്നറിയുമ്പോൾ ആദ്യം ഓടിയിറങ്ങണം അബൂജഹലിനെ കാണാൻ. ആര്? ലോകത്തിൻ്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിക്കുക, പൊരുത്തപ്പെട്ട് കൊടുക്കുക. ഒരു മുസ്ലിം പറയാൻ പറ്റിയ വാക്കാണത്. ഇയാളിൽ നിന്നൊക്കെ എന്ത് മാതൃകയാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് കിട്ടാനുള്ളത് അല്ലേ. പരിഹാസ രൂപത്തിൽ ആ സ്ത്രീയെ ഇങ്ങനെ അവഹേളിക്കാണ്. ഇദ്ദേഹത്തെ വിമർശിച്ചതുകൊണ്ടാണ് ക്യാൻസർ വന്നത്. ആരാണ് പറഞ്ഞത്? എത്ര മോശമാണ് ഈ സംസാരമൊക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഈ കച്ചവടം തന്നെയാണ്. ഇതൊക്കെ എന്തിനാ പറയുന്നത്, എന്തിനാ മൂപ്പര് 3 മണിക്ക് എണീക്കും? ഇതൊക്കെ ഇപ്പം നാട്ടുകാരെ അറിയിച്ചിട്ട് എന്തിനാ? വെറും കച്ചവട ലക്ഷ്യം, പൈസ കൂമ്പാരമായി കൂടണം. അവിടെ കൊടിമരത്തിൻ്റെ ചുറ്റും കൊണ്ടൊന്ന് പൈസ, എനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല. അതല്ല, എന്താണ് ഉമ്മത്തിങ്ങനെ ആയിപ്പോയത്? ഇപ്പോൾ കുറേ വഹാബിക്കുട്ടന്മാർ വന്നിട്ട് ഞങ്ങളുടെ മതം അങ്ങനെ. എൻ്റെ പൊന്നി അങ്ങായി, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്ക്. 8 ഗ്രൂപ്പായില്ലേ, തമ്മിലടിയല്ലേ, മുസ്ലിക്കാരാണ് മുസ്ലിമാരാണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ലല്ലോ. ഇവരുടെ ഇടയിലുണ്ട് അറബിക്കല്യാണം നടത്തിയിട്ട് ജയിലിൽ കിടന്ന കാക്കാന്മാർ മൗലവിമാരില്ലേ. ആത്മീയ വാണിഭം എല്ലായിടത്തും ഉണ്ട്. അറബിക്കല്യാണം എന്ന് പറഞ്ഞിട്ട് യത്തീങ്ങാനിൽ പഠിക്കുന്ന പെൺകുട്ടികളെ കണ്ട് അറബികളുടെ മുമ്പിൽ കൊണ്ടുപോയി കാഴ്ച വെച്ചിട്ട് ജയിലിൽ കിടന്ന ചുങ്കത്തറയിലുള്ള പലരും ഉണ്ട്. ഞാൻ പേര് ഞാൻ പറയണില്ല. എല്ലാത്തിലും ആത്മീയ വാണിഭം നടത്തുന്ന പലരും ഉണ്ട്. അതുപോലെ തന്നെ ജിന്ന് പൂജ എന്ന് മറ്റ് KNM ഇവരെക്കുറിച്ച് പറയുന്നത് ജിന്ന് പൂജകരാന്നാണ്. ഞങ്ങളങ്ങനെ പറയില്ല. ജിന്നിനെ ഇറക്കാൻ നടന്നിട്ട് ശരീരത്തുണ്ടായി ജിന്നിനെ ഇറക്കണം എങ്ങനെയെന്ന് കാസറ്റ് ഇട്ട് കേൾപ്പിച്ച ആളാണ് ആര്? സക്കരിയ സോലായി. മരിച്ചു, എല്ലാം പുറത്തു കൊടുക്കട്ടെ. എന്നിട്ട് ഇവർ ജിന്ന് ബാധ ഇറക്കാൻ വേണ്ടിയിട്ട് അടിച്ച് സ്ത്രീകളെ വേദനിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ, പറയാൻ പറ്റാത്ത പല സംഗതി ഉണ്ടായത് ഈ ജിന്ന് മുജാഹിദിൻ്റെ പേരിൽ കൃത്യമായി തെളിയിക്കപ്പെട്ട സംഭവങ്ങളല്ലേ. ഇനി അതിൻ്റെ ഇടയിൽ വന്നിട്ട് കമൻ്റ് ഉണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനത് ആദ്യം തന്നെ പറഞ്ഞത്. അപ്പോൾ എല്ലാത്തിലും പേടുകളുണ്ട്. പേടുകളെ മാറ്റി നിർത്തണം. ഈ ആത്മീയതയുടെ പേരിൽ പരിശുദ്ധ ഖുർആനും ഹദീസും വെച്ച് പറ്റിക്കുന്ന എത്ര പേരുണ്ട്? റുഖിയ ശറയ്യ അതിൻ്റെ പേരിൽ പറ്റിക്കുന്ന എത്ര എണ്ണമുണ്ട്? ആലോചിച്ച് നോക്കി. അള്ളാഹു ബോധം തരട്ടെ. അപ്പോൾ ഇവരുടെയൊക്കെ ലക്ഷ്യം പൈസയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ശാപം കിട്ടും. അതല്ലാ, ഈ ശപിക്കുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ഹദീസ് ഉണ്ട്. നമ്മൾ ശപിക്കുമ്പോൾ നേരെ അതിങ്ങനെ മുമ്പിൽ പോവും, ബാക്കിൽ പോവും, സൈഡിലേക്ക് പോവും, 4 വശത്ത് ഇങ്ങനെ കറങ്ങും കിടന്ന്. ആകാശത്തും സ്വീകരിക്കപ്പെടില്ല, ഭൂമിയിലേക്ക് വരും അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ. എന്നിട്ട് അത് അവർക്ക് പറ്റുന്നില്ലെങ്കിൽ അവർക്കത് ആ ശാപം സ്വീകരിക്കാൻ കഴിയാത്തത്ര എന്തെങ്കിലുമൊക്കെ ഒരു ഈമാന നന്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിലേക്ക് ഫലിക്കും. എനിക്ക് തോന്നുന്നു ഇയാക്കടെ ശാപം ഇദ്ദേഹത്തിന് തന്നെ ഫലിച്ചിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ ഈമാൻ കുറവും ഈ വിവരക്കേട് വിളിച്ചു പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പറയാം പച്ചയിറച്ചി തിന്നാണെന്നാണ്. മക്കൾ, ഇത് പച്ചയിറച്ചി തിന്നൽ മോശം തന്നെയാണ്. ഒരാളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഇത് കുറ്റമല്ല പറയുന്നത്. സമൂഹത്തിൽ ജനങ്ങളെ വഴിപിടപ്പിക്കുന്ന തരത്തിൽ വിവരക്കേടുകൾ, ജഹാലത്തുകൾ വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ ശക്തമായി നിലനിൽക്കേണ്ട ബാധ്യത മുസ്ലിം ഉമ്മത്തിലെ ആലിമീങ്ങൾക്ക്, മുത്തഅല്ലിമീങ്ങൾക്കുണ്ട്. അള്ളാഹിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ വലിയ കണക്ക് പറയേണ്ടി വരും അവർ. മനസ്സിലായോ? അപ്പോൾ വലിയ ആത്മീയ നേതാവായിട്ടൊക്കെ ഇങ്ങനെ ചമയുമ്പോൾ എന്ത് ആത്മീയതയാണ് ഇതിലുള്ളത്? എൻ്റെ ശാപം കിട്ടും, ഞാനത് പൊരുത്തപ്പെട്ടു കൊടുക്കൂല, അങ്ങനെയൊക്കെ ഒരു മുസ്ലിം സാധാരണക്കാരൻ പറയും. പിന്നെയാണ് വലിയ ആത്മീയ നേതാവ്. സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ അത്ഭുതം ഉണ്ടെന്നാണ് സഹോദരിമാരെ പറയുന്നത്. മക്കളെ, നിങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹ് വീട്ടിലിരുന്ന് ചൊല്ലിക്കോ, അത്ഭുതം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടും. അല്ലെങ്കിൽ നല്ല സ്വാലിഹീങ്ങളായ മഹാന്മാരൊക്കെ നടത്തുന്ന സദസ്സാണെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, അവരുടെ ദുആഇന് ഉത്തരം ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ ഈ ഈമാങ്കളയിൽ പോയിട്ട് എന്ത് തസ്കിയത്ത് എനിക്ക് കിട്ടണം? ഈ ശാപം കിട്ടും, അതുപോലെ തന്നെ പൊരുത്തപ്പെട്ടു കൊടുക്കൂല, ഈ സംഗതിയൊക്കെ കേട്ടുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന ഈ സ്ത്രീകൾ, ഇവരുടെ ലൈഫിലെ ചിന്ത എന്തായിരിക്കും? അപ്പം എന്നെ വേദനിപ്പിച്ചവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കണ്ട. സ്വന്തം അമ്മായിയമ്മ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, കുടുംബത്തിലൊരാൾ എടി പൊരുത്തപ്പെടണമെന്ന് പറയുമ്പോൾ ഞാൻ പൊരുത്തപ്പെടില്ല, അത് മാത്രം ഞാൻ പൊരുത്തപ്പെടില്ല, എൻ്റെ നൂറേ ഹബീബ് തങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ല, പിന്നെ ഞാൻ പൊരുത്തപ്പെടൂ? മാദല്ലാ, ഇതെന്ത് ദീനാ? അവരുടെ ഈമാൻ എവിടെയാ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നിഫാഖാണ് ഈ വെളിവാകുന്നത്.
അള്ളാഹു ഉമ്മത്തിന് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, ഇനി ആ സ്ത്രീക്ക് ക്യാൻസർ വന്നു, അൽഹംദുലില്ലാഹ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രോഗം ഖൈറാൻ, അതുകൊണ്ട് ആഖിറത്തിലെ പദവി വരുള്ളൂ. ആ സഹോദരിക്ക് അള്ളാഹു ഷഹീദിൻ്റെ പദവി കൊടുക്കട്ടെ. അപ്പോൾ ഇത് കണ്ട് പേടിക്കാനോ ഇങ്ങനെയുടെ പൊങ്ങച്ചം കണ്ട് പിന്നാലെ കൂടാനോ അല്പമെങ്കിൽ ഈമാനികമായി മരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നല്ല സദസ്സിലേക്ക് നിങ്ങളിപ്പോൾ ഇത്തരം ഒരു നന്മയും നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിയാത്ത ആളുകളുടെ പിന്നാലെ പോയി എത്ര ലക്ഷങ്ങളെ മക്കളെ കൊണ്ടുപോയി നശിപ്പിക്കണം ദീനിൻ്റെ പേരും പറഞ്ഞിട്ട്. ഇനി പറയാനറിയാം, ഇനി ഇതിലപ്പുറം എങ്ങനെ പറയണേ? ഒരു പരിധിയിൽ നമ്മൾ ഈ വേഷം, ഈ തലക്കെട്ടും കെട്ടിയിട്ട് നമ്മുടെ വാക്കുകൾക്ക് ഒരു കടന്നു പോകരുതല്ലോ, അതോർത്തിട്ട് മാത്രമാണ് ഈ പിടിച്ചിരിക്കണത്. വല്ലാഹി തലക്കെട്ടില്ലായിരുന്നെങ്കിൽ ശക്തമായിട്ട് ഞാൻ പറഞ്ഞേനെ. പറയാനറിയാത്തത് കൊണ്ടല്ല, ഇപ്പോഴും ശക്തമായി തന്നെ പറയാൻ. നിങ്ങൾ പോയാൽ നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടും, ഈമാൻ ഇല്ലാതെ മരിച്ചു കൊണ്ടുവരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വലാത്ത് നിങ്ങൾ നല്ല സദസ്സിൽ പോയി ചൊല്ലിക്കോ, ഇല്ല സദസ്സൊന്നും കിട്ടണില്ല നിങ്ങൾ വീട്ടിലിരുന്ന് ചൊല്ലിക്കോ. സ്വലാത്തുൽ ഫാത്തിഹ നല്ല സ്വലാത്ത് തന്നെയാണ്, വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ സ്വലാത്ത് തന്നെയാണ്, വീട്ടിലിരുന്ന് ചൊല്ലിക്കോ. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഈമാനികമായി ജീവിച്ച് ഈമാനോടുകൂടെ അള്ളാനെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് ആസ്വദിച്ച് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.